ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അത് പൊട്ടിയാൽ ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ഇട്ട് കൊടുക്കണം. ചെറിയ പീസാക്കിയ കറിവേപ്പില, ക്യാരറ്റ്, കാബേജ്, നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണ് ഇല്ലെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ബീൻസൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ലോ ഫ്ലെയിമിൽ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. അതിനുശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അത് നന്നായി മിക്സാക്കി കൊടുക്കണം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി നന്നായി മിക്സ് ആക്കണം. ഇനി ഈ നടുക്കില്ലേ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കടിക്കാൻ കിട്ടണം, പീസായിരിക്കണം. ആ രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കി കൊടുക്കണം. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്ത മന്തി റൈസാണ്. ഏത് റൈസായാലും കുഴപ്പമൊന്നുമില്ല, ബിരിയാണി റൈസായാലും മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മൊത്തത്തിൽ മിക്സായാൽ നമുക്ക് ഓഫ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഈ എഗ് റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ടേസ്റ്റാണ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.